ഇപ്പോൾ എനിക്ക് പറയാം നിൻ്റെ അമ്മയുടെ കൂടെ ചെയ്യുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്ന രീതിയിൽ പറയണം. ഞാൻ ചോദിക്കേണ്ടാത്ത രീതിയിൽ ചോദിക്കാൻ അറിയാം, ചോദിക്കേണ്ട രീതിയിലും ചോദിക്കാൻ അറിയാമെന്ന്. അത് പ്ലസൻ്റായിട്ട് പറയണതിൽ വളരെ ഒരു വ്യത്യാസമുണ്ട്. ഏത് രീതിയിൽ പറയണേ, ദേഷ്യപ്പെടാണ്ടാണോ ദേഷ്യത്തോടെ പറയണേ, കുടിച്ച് ലക്ക് കെട്ട് വിവരക്കേടിൻ്റെ കൈയടിച്ച് വെഡിത്തവും പറഞ്ഞ് ഇത് അധികം പറയാനില്ല. ആ വ്യത്യാസം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് മനസ്സിലാക്കിയിട്ടും വിഡ്ഢികളെ പോലെ ഞങ്ങൾക്ക് അരുന്ന് കൂട്ടി വാങ്ങണമെന്ന് നിർബന്ധമുള്ളവർ അരുന്ന് കൂട്ടി വാങ്ങാനും ചെയ്യും. അപ്പം നിങ്ങൾ ചെറുപ്പത്തിൽ കട്ടിൽമേ അനിയന്മാരും പുള്ളിയുടെ മുമ്പിച്ച് നടന്ന പോലെ ഞാൻ ചെയ്തിട്ടില്ലേ. പിന്നെ കുട്ടും പൂണ്ടെന്ന് പറഞ്ഞ് നടന്നിട്ട് അവനും ഇങ്ങനെയോ അങ്ങനെ ഞാൻ പറഞ്ഞ് നടന്നിട്ടില്ല. അപ്പം എനിക്കറിയെങ്കിൽ ധൈര്യം ഉണ്ടെന്ന്. അപ്പോൾ വിഡിത്ത് എവിടെയോ കൊള്ളണം, അവർ തകര തന്നെ ചെയ്യും. തകരാൻ പൂർണ്ണ തകർച്ചയിൽ പോകും. പിന്നെ അവർ പുനരുദ്ധീകരിക്കുകയില്ല, ഒന്നുമില്ല. ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറയണേ. പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇരുട്ടത്താണെങ്കിലും ജോലി കഴിഞ്ഞ് വരാനാണെങ്കിലും ഓട്ടോ പിടിക്കാനും ടാക്സി പിടിക്കാനും നിങ്ങൾ പോണ പോലെ ഞാൻ ഒരു 2-3 കിലോമീറ്റർ നടക്കാനാണെങ്കിൽ ഞാൻ നടന്ന് തന്നെ വരും. അവിടെ ഒരു 10 പട്ടികൾ ഉറക്കത്ത് കഴിഞ്ഞിട്ട് 3 മണിക്ക് നമുക്ക് എസ്കോട്ട് വരണ പോലെയാണ് അവർ വരണത്. ഞാൻ കടിക്കാനാണ് വരണത്. ശരിക്കും വേറെ വല്ല മനുഷ്യരാണെങ്കിൽ വെഡ്ഡി വല്ല മനുഷ്യന്മാരാണെങ്കിൽ ശരിക്കും കടി കൊണ്ടുപോകാൻ. ഒരു 10 പട്ടികൾ പൂങ്കുളൂർ ഇഷ്ടപ്പെടാത്ത സ്ഥലമാണെങ്കിലും ഇതൊക്കെ പബ്ലിഷ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് പിന്നെ കൊറോണ സെക്കൻഡ് ടൈം 2021 പോകുമ്പോഴും ഇരുട്ട് പിടിച്ച് സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൂടെ വരാണെങ്കിലും എനിക്ക് നല്ല ധൈര്യമുണ്ട്. 10 പട്ടികൾ എന്നെ അനുഗമിച്ച് വരാണെങ്കിലും അവരനുഗമിക്കണുള്ളൂ, കടിക്കാൻ ശ്രമിക്കും. എൻ്റെ ഒരു സാൻഡിലിട്ട് വരാണെങ്കിൽ കാലിൻ്റെ അവിടെ മുത്താൻ നോക്കും. അത് നന്നായിട്ട് അറിയുന്നുണ്ട്. പക്ഷെ ഞാൻ നല്ല ദൃഢമായിട്ട് നടക്കണേ. അന്ന് കടിച്ചു കഴിഞ്ഞാൽ പോയില്ലോ, ഒരു കടി കൊണ്ടാൽ മതി, എന്തെങ്കിലും അസുഖം വരും, കിടപ്പിലോ. പക്ഷെ അതുകൊണ്ട് എൻ്റെ ഡോറ് എനിക്ക് അങ്ങനെ വലിയ സെക്യൂരിറ്റി ഉള്ള ഫ്ലാറ്റൊക്കെയാണ്. അതിന് സ്റ്റെയർ കേസ് വരെ ഡോറ് വരെ വരും. അത് ഡോറ് വരെ വന്നിട്ട് ലോക്ക് ചെയ്ത് ഞാൻ പോയടാന്ന് പറഞ്ഞിട്ട് അത് പോകും, തിരിഞ്ഞു പോകും. അപ്പോൾ ആ രീതിയിൽ അത് ഞാൻ കയറി അടയ്ക്കും. അപ്പോൾ നടക്കണ സ്റ്റൈലും രീതിയും എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും പട്ടികളോട് വരുന്നുണ്ടെങ്കിൽ ഒരു അതുവരെ ഒരു ലോറീനെ കാണിച്ചാൽ നല്ല കൈ കാണിച്ച് അത് നിൽക്കില്ല. ഒരു ലോറി വരുന്ന ചെറുപ്പക്കാരൻ പരിസരം കണ്ടിട്ട് അവർ നിൽക്കാനും ചെയ്യും. ഇത്ര സ്പീഡിൽ പോയിട്ടാണ് വളച്ച് തിരിച്ച് റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നിർത്തി കയറ്റിയിട്ട് പിന്നെ ഒരു 8 കിലോമീറ്റർ യാത്ര ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും അവരോട് സംസാരിക്കാൻ വേറെ വല്ലവരോട് പേരിൽ വന്നിട്ട് എനിക്ക് ഡെസ്റ്റിനേഷനിൽ പോയി അവിടെ ലോറികൾ തങ്ങി നിൽക്കുമ്പോൾ ചായ കുടിച്ച് കാശ് വേണ്ടാന്ന് പറഞ്ഞാലും 10 രൂപ കൊടുത്താലും അവിടുത്തെ ചകിരി കയറ് ബെഡ്മ കിടന്ന് ആകാശം നോക്കി കുറച്ച് നേരം ഒരു 15 മിനിറ്റ് കിടന്നാലും എന്തെങ്കിലും ഒരു നമുക്കൊരു എക്സ്ട്രസി തോന്നിയാലും അപ്പോൾ നമുക്ക് മാൽഹ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടാലും അവിടെ തന്നെ നിന്ന് ടൂറിസ്റ്റ് ബസ് കാശ് കൊടുക്കാണ്ട് രാത്രിയിൽ കൈ കാണിച്ച് നിർത്തി, ഇരുട്ടത്താണല്ലോ, സ്ട്രീറ്റ് ലൈറ്റൊന്നുമില്ല, ഹൈവേയിൽ നിർത്തിയിട്ട് കയറി ഒരു ചെറിയൊരു സിറ്റി എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ചെറിയ ബസ്സും കയറി വെച്ചാൽ ഒരു വഴി അങ്ങോട്ട് പോണ വഴി അത്ര നല്ലതല്ല. അപ്പോൾ എനിക്ക് രാവിലെ പോകുന്നത് നല്ലതാവുള്ളൂ. എന്തായാലും നടന്നുണ്ട്, ആ വഴി കൂടെ നടന്നുണ്ട്. പക്ഷേ എപ്പോഴും പുലിയെന്ന് പറഞ്ഞാൽ അറിയില്ല, എന്നാലും അങ്ങനെയൊന്നും ഓർക്കണില്ലേ. അപ്പോൾ അവിടെ രാവിലെ 10 രൂപ കൊടുത്ത് ബസ് വരാൻ വെച്ചാൽ അതൊക്കെ എല്ലാം മനസ്സിലാക്കി അവിടുത്തെ പരിസരവും എല്ലാം മനസ്സിലാക്കി അതൊക്കെ നിങ്ങളെ പോലെ വെഡ്ഡികൾ കൂട്ടത്തോടെ ചടഞ്ഞു കൂടിയിരിക്കണവർ ഒരു ഇതിൽ നടക്കണവർ ചടഞ്ഞുകൊണ്ടിരിക്കണവർ ചെയ്യുമോ? ഇല്ല. അത് മനസ്സിലാക്കാൻ പഠിക്കുക. ഇവിടെ എന്താ വ്യത്യാസം, എന്താ ധൈര്യത്തോടെ ചെയ്യണം, അതിൻ്റെ വ്യത്യാസം എന്നൊക്കെ. അല്ല കൂട്ടത്തോടെ കുരുട്ട് ബുദ്ധിയും കുരുട്ട് മോതയും വെച്ച് ശോഷിച്ച വിഡിത്തം പറഞ്ഞ് മൂട്ടിന്ന് വിടേണ്ടത് മൂട്ട് ചെയ്തോളും. മൂട്ടിന്ന് വിടണ പോലെ വായ കൊണ്ട് വിലയില്ലാത്ത സംസാരം വരാണ്ട് മൂട്ടിന്ന് വിട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല ലൈഫ് കൊണ്ട്. ലാസ്റ്റിൽ ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ ശവപ്പെട്ടിയും അവർ പറയും എനിക്ക് ശവത്തിന് ആവശ്യമില്ല എന്ന് പറയും. ശരിക്കും ഞാൻ പറയാം പൂമഞ്ചയുടെ ആവശ്യം ആവില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് കുറേ എണ്ണത്തിനെ ഈ സ്റ്റോറിയൊക്കെ പബ്ലിഷ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് ശവപ്പെട്ടിയും ഒന്നുമില്ലാണ്ട് കുഴിച്ച് എല്ലാവരും ഒരു കുഴീൻ്റെ ഉള്ളിൽ ഒരുമിച്ച് 100 എണ്ണത്തിനെ ഒരുമിച്ച് കൂടി ഇടാണ് JCB കൊണ്ട് മാന്തിയ കുഴിയിൽ, പേരും വിലാസമില്ലാണ്ട്. അതിൻ്റെ ഒരു റൈറ്റ്സും അതിൻ്റെ മരിച്ചവർക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, മരിച്ചവരോടല്ല പ്രാർത്ഥിക്കേണ്ടത്, അതിനെ അറിയിച്ച് തരാൻ വേണ്ടിയാണ് ചെയ്തത്. അതുപോലെ വീണ്ടും അത് 2023 കഴിഞ്ഞിട്ട് 2022 നിന്നു. 2023 കഴിഞ്ഞിട്ട് ക്രൂജസ്ഥാൻ്റെ കൊടുങ്കാറ്റ് 2024 വയനാട് നല്ല എക്സാമ്പിളായിട്ട് വന്നു. പീസായ സാധനങ്ങളെ പേരും വിലാസത്തിൻ്റെ അവിടെ ഇവിടെയും കുഴിച്ചിട്ടത് എല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടണേ. ഹാരിസൺ മലയാളം വാലിയിൽ ആ ഏതൊരു സ്ഥലത്തിൻ്റെ പേരിൽ നല്ല കറക്റ്റായിട്ട് മുണ്ടക്കൈ ആ സ്ഥലത്തുള്ള എല്ലാ രീതിയിലും അനുസരിച്ച് കിട്ടിക്കണേ. കുഴിച്ചിടേണ്ട സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ട് എല്ലാത്തിനെയും. എൻ്റെ മനസ്സിലാക്കാനുള്ള ബുദ്ധിശേഷിയില്ലല്ലോ എപ്പോഴും നിങ്ങൾക്ക്. അത് നടന്നു ചടഞ്ഞുകൂടിയിരിക്കും.